ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീക്കിൽ ഒലീവ് ബോർഡ് അതായത് മാർച്ച് 31 ഒലീവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. 2 നമ്പേഴ്സ് R, S എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അത് 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ R-നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ലഭിക്കുന്നത് എത്രയാണ്? റിമൈൻഡർ എന്ന് പറയുന്നത് 7 ആണ്. റിമൈൻഡർ 7. അതുപോലെ തന്നെ S എന്ന് പറഞ്ഞ നമ്പറിനെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ലഭിക്കും? 13 എന്ന് ലഭിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ R plus S divided by 17 എന്നാണ്. സോ ഇതിൽ നമുക്ക് സിംപിളി നമുക്ക് എടുക്കാൻ പറ്റും. റിമൈൻഡർ 7 ആയതുകൊണ്ട് തന്നെ R എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് 7 എന്ന് എടുക്കാം. 7നെ 17 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് S-നെ 13 എന്ന് കൊടുക്കാം. 13 divided by 17 ചെയ്ത റിമൈൻഡർ 13 ആണ്. സോ നെക്സ്റ്റ് R plus S എന്ന് പറയുമ്പോൾ എത്ര വരും? 20 വരും. സോ 20 divided by 17 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. സോ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു സിലിണ്ടറിക്കൽ വെസൽ ഉണ്ട്, അതിന്റെ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ട്, അത് ഫുൾ ഓഫ് വാട്ടർ ആണ്. അതെല്ലാം ഒരു റെക്ടാങ്കുലർ ടബിലോട്ട് എംപ്റ്റി ചെയ്യുകയാണ്, അല്ലെങ്കിൽ എടുത്തൊഴിക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ ലെങ്ത് 75 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 44 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ആ ടബിൽ വാട്ടർ റൈസ് ചെയ്യുന്ന ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ 22/7 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ 900 വരും. ഹൈറ്റ് 42 ഈസ് ഈക്വൽ ടു റെക്ടാങ്കുലർ ടബ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. സോ 75 മൾട്ടിപ്ലൈഡ് വിത്ത് 44 മൾട്ടിപ്ലൈഡ് വിത്ത് ഹൈറ്റ്. സോ ഈ ഒരു ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. 7 6 2 വരും, 3 25. സോ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 900 ഡിവൈഡഡ് ബൈ 25 വരും. 5 180 5 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A thief is noticed by a policeman from 140 meter. 140 മീറ്ററിൽ ഒരു തീഫിനെ പോലീസ്മാൻ കണ്ടു, അല്ലെ നോട്ടീസ് ചെയ്തു. തീഫ് റൺ ചെയ്യുന്നു 8 km/h സ്പീഡിൽ, പോലീസ്മാൻ ചേസ് ചെയ്യുന്നത് 10 km/h സ്പീഡിൽ. സോ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാണ് ഈ പോലീസ്മാനിന് ഈ തീഫിനെ പിടിക്കാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം സ്പീഡ് വരുമ്പോൾ റിലേറ്റീവ് സ്പീഡാണ്. സോ റിലേറ്റീവ് സ്പീഡ്, സോ സെയിം ഡയറക്ഷൻ ആണ്. സോ എന്തായിരിക്കും അവയുടെ ഡിഫറൻസ് ആയിരിക്കും. സോ 2 km/h ആയിരിക്കും സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തീഫ് നോട്ടീസ് ചെയ്ത് പോലീസ്മാൻ ഫ്രം 140 മീറ്റർ. സോ ടൈം ടേക്കൺ എന്ന് പറയുന്നത്, ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 140 മീറ്റർ ആണ്, പക്ഷെ സ്പീഡ് 2 km/h ആണ്. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യുക, ആൻസർ കിലോമീറ്ററിലാണ് കിടക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യും? 140 മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലോട്ട് ആദ്യമേ തന്നെ കൊടുക്കാം, കാരണം ആൻസർ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇത് ഇപ്പോൾ km/h എടുത്ത് ചെയ്താലും പിന്നെ നമ്മൾ മീറ്റർ/സെക്കൻഡ് എടുത്ത് ചെയ്താൽ പിന്നെ നമ്മൾ എന്താ കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ ഡയറക്റ്റ്ലി km/h ഇവിടുന്ന് കൺവേർട്ട് ചെയ്യണം, നമുക്ക് ആൻസർ അങ്ങനെ കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. രണ്ട് രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും. സോ 140/1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 2 ആണ്, ഇസ് ഈക്വൽ ടു 7/100 അവർ എന്ന് എടുക്കുക. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കാരണം കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഈസി അതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ റണ്ണിങ് ഫോർ ഹൗ മച്ച് ഡിസ്റ്റൻസ് ആണ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഇൻറ്റു ടൈം എന്നാണ്. സ്പീഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം. സോ ഇവിടെ ആരുടെ സ്പീഡാണ് വേണ്ടത്? ആരാണ് റൺ ചെയ്യുന്നത്? പോലീസ്മാൻ. സോ പോലീസ്മാന്റെ സ്പീഡ് എന്ന് പറയുന്നത് 10 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 7/100. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/10 ഈസ് ഈക്വൽ ടു 0.7 കിലോമീറ്റർ. ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് cos a minus b √3/2. അതായത് a minus b യുടെ വാല്യൂ എന്ന് പറയുന്നത് cos ഇൻവേഴ്സ് √3/2. ഏത് വാല്യൂ ആയിരിക്കും? a minus b എന്ന് പറയുന്നത് 30 ആയിരിക്കും. അതുപോലെ a minus b യുടെ വാല്യൂ 30 ആയിരിക്കും. അതായത് a plus b എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ആയിരിക്കും. cos 90 ആണ് 0. സോ a എന്ന് പറയുന്നത് എത്ര കിട്ടും? 60 കിട്ടും. അതുപോലെ b എന്ന് പറയുന്നത് എത്ര കിട്ടും? 30 കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. cos square theta is equal to cos square theta minus sin square 2 theta equal to 0. സോ നമുക്ക് cos square theta is equal to sin square 2 theta എന്ന് എടുക്കാം. രണ്ടിടത്ത് റൂട്ട് എടുത്താൽ cos theta is equal to sin 2 theta. സോ cos theta is equal to sin theta. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ cos 90 minus theta cos അല്ല, sin 90 minus theta എന്ന് എടുക്കാം. sin 90 minus theta എന്ന് പറയുന്നത് cos theta is equal to sin 2 theta. അതായത് 90 minus theta എന്ന് പറയുന്നത് 2 theta ആയിരിക്കും. theta എന്ന് പറയുന്നത് 330 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ.
A certain sum amounts to x after 5 years, x plus 2700 after 8 hours at 12% simple rate of interest. അങ്ങനെയാണെങ്കിൽ sum കണ്ടുപിടിക്കാം. So ഇത് ഡയറക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ 8 years 12% simple interest ആണെങ്കിൽ 96 അല്ലേ, 96 p/100 ആയിരിക്കും അതിൻ്റെ അകത്ത് എമൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ആദ്യത്തേത് 5 years 12% ആണെങ്കിൽ അത് 60 p/100 ആയിരിക്കും. 5 multiplied with 12 ആയിരിക്കും. സോ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 2700 മൈനസ് എക്സ് ആയിരിക്കും. അതായത് 36 p/100 എന്ന് പറയുന്നത് എന്താണ്? 2700 ആയിരിക്കും. സോ നമ്മൾ ക്യാൻസൽ ചെയ്യുക. 300 വരും. സോ 25 വരും. p is equal to 25 വരും. ദാറ്റ് ഈസ് 7500 വരും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The area of the quadrilateral ABCD. So ഒരു quadrilateral ഉണ്ട്. അതിന്റെ ഏരിയ 288 cm സ്ക്വയർ ആണ്. ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ പേരൂടെ എഴുതാം ABCD. പെർപെൻഡിക്കുലർ എയിൽ നിന്നും സിയിൽ നിന്നും വരയ്ക്കുവാണ്. എങ്ങോട്ടാണ്? ബി ഡിയിലോട്ട് വരയ്ക്കുകയാണ്. ബി ഡിയിലോട്ട് വരച്ചു. അതിൽ പെർപെൻഡിക്കുലർ ഫ്രം എ എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? എത്രയാന്നല്ല പറഞ്ഞിരിക്കുന്നത്, അത് സി എന്ന് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ സി എന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എത്രയാണ്? അതിനെ നമ്മൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ബി ഡിയുടെ ലെങ്ത് 18 ആണ് തന്നിട്ടുണ്ട്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂ ഓഫ് എ പ്ലസ് സി ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദിസ് ക്വാഡ്രിലാറ്ററൽ ABCD എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD ആയിരിക്കുമല്ലോ. രണ്ട് ട്രയാങ്കിൾസിന്റെ സം ആയിരിക്കുമല്ലോ ക്വാഡ്രിലാറ്ററൽ ഏരിയ. സോ ഇത് 288 ആണ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ട്രയാങ്കിൾ ABD എടുക്കുക. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ആണ് മൾട്ടിപ്ലൈഡ് വിത്ത് BD. ബേസ് എത്രയാണ്? 18. നെക്സ്റ്റ് ഹാഫ് ഇൻറ്റു അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സി ആണ്. അടുത്തത് എന്താണ്? BDയുടെ ലെങ്ത് തന്നെ കോമൺ ആണ്, അത് 18 ആണ്. സോ ഇവിടെ നമ്മൾ 9 കോമൺ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് സി എന്ന് വരും. ഇറ്റ് ഇംപ്ലൈസ് എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 288 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 32. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. The average of 17 numbers 24 ആണ്. One of the number exclude ചെയ്യുകയാണ്, അല്ലെ ഒഴിവാക്കുകയാണെങ്കിൽ ആവറേജ് 25 ആവും. Find the average of excluded number and 20. ഇത് 2-3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 17 നമ്പേഴ്സിന്റെ ആവറേജ് 24 ആണ്. സോ നമുക്ക് അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 17 മൾട്ടിപ്ലൈഡ് വിത്ത് 24 വരും. അതെന്ന് പറഞ്ഞാൽ 408 ആണ്. സോ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ എത്രയായി? നമ്പേഴ്സ് 16 ആയി. അതിന്റെ ആവറേജ് 25 ആണ്. സോ ഇത് 400 ആണ്. സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും ആ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. സോ നമുക്ക് അതിൽ നിന്ന് ആവറേജ് എത്ര ലഭിക്കും? ആവറേജ് ഈസ് ഈക്വൽ ടു 20 പ്ലസ് 8, 28ന്റെ ഹാഫ് 14. സോ നമുക്ക് 40 ലഭിക്കും. ഇതാണ് ഒരു മെത്തേഡ് ഡയറക്റ്റ്ലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ശ്രദ്ധിക്കുക, 24 ആയിരുന്ന ആവറേജ് 25 ആയി. വൺ ഓഫ് ദ നമ്പർ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ എന്താണ്? ഒരു +1 വന്നു അല്ലെ. ആ +1 എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആണ്? 16 നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആണ്. സോ ബാക്കിയുള്ള അതായത് 16. സോ 24 മൈനസ് 16 എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 24 മൈനസ് 16 ചെയ്യുമ്പോൾ 8 എന്ന് പറയും. സോ അതും എന്താണ്? എക്സ്ക്ലൂഡ് ചെയ്യുന്ന നമ്പറാണ്. നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അലിഗേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫുൾ ടോട്ടൽ നമ്പേഴ്സ് 70 നമ്പേഴ്സ് 24 ആണ് അതിന്റെ എന്താ പറയാ ആവറേജ് എന്ന് പറയുന്നത്. 70 നമ്പേഴ്സ് ഫുൾ. അപ്പൊ 25 നമ്പേഴ്സിന്റെ ആവറേജ് 25 എന്ന് പറഞ്ഞാൽ അത് എത്ര നമ്പേഴ്സിന് ആപ്ലിക്കബിൾ ആണ്? 60 നമ്പേഴ്സിനായിരിക്കും അല്ലെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരൊറ്റ ഏതാണ് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന നമ്പറാണ്. സോ 25 മൈനസ് 24 1 തന്നെയാണ്. സോ 16 എന്തായിരിക്കും? 24 മൈനസ് 16 ആയിരിക്കും. സോ എക്സ് എന്ന വാല്യൂ എന്താണ്? 8 ആണ്. സോ 8 പ്ലസ് 20/2 എന്ന് പറയുന്നത് 40. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരു പൈപ്പ് ഒരു ടാങ്ക് ഫിൽ ചെയ്യാൻ 40 മിനിറ്റ്സ് എടുക്കും. സോ പൈപ്പ് മാത്രം 40 മിനിറ്റ്സിൽ ഫില്ല് ചെയ്യും. ഒരു ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി 56 മിനിറ്റ് എടുക്കും. സോ ഇവരുടെ LCM എടുത്തു കഴിഞ്ഞാൽ 6 5 280 വരും. സോ ടോട്ടൽ 280 എടുത്താൽ 7 ആയിരിക്കും പൈപ്പിന്റെ എഫിഷ്യൻസി. പൈപ്പും ലീക്കേജും കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി 5 ആയിരിക്കും. അതിനർത്ഥം ലീക്കേജ് എത്രയായിരിക്കും? അതിന്റെ എഫിഷ്യൻസി 2 ആയിരിക്കും. ആണല്ലോ. ഇനി ചോദിച്ചിരിക്കുന്നത് ടാങ്ക് 3/7 ഫുൾ, അതായത് 280യുടെ 3/7 എന്ന് പറയുമ്പോൾ 120 ഫുൾ ആണെന്ന്. എന്നിട്ട് പൈപ്പ് ക്ലോസ് ചെയ്താൽ ഹൗ മച്ച് ടൈം വിൽ ദാറ്റ് ലീക്ക് ടേക്ക് ടു എംപ്റ്റി ദ ടാങ്ക്? സോ ടൈം എന്ന് പറയുന്നത് 120 ബൈ ലീക്കേജ് ആണെങ്കിൽ 2 ആണ്. സോ എത്ര വരും? 60 മിനിറ്റ്സ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ.
Marked price of a table 8,400 ആണ്. Shopkeeper allows a discount 10%. So അതിന്റെ selling price 8,400 by 90 by 100 ആയിരിക്കും. 10% discount എന്ന് പറഞ്ഞാൽ 90 by 100. So എത്രയായിരിക്കും? So ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് കാൽക്കുലേഷൻ അവസാനം സ്റ്റെപ്പ് ചെയ്യാം. നമ്മളോട് പറഞ്ഞത് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 28% പ്രോഫിറ്റ് ആണ്. സോ 100 ക്യാൻസൽ ആയി. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 8,400 മൾട്ടിപ്ലൈ വിത്ത് 90 by 128 ആണ്. സോ നമുക്ക് 4 വെച്ച് ചെയ്യാൻ പറ്റും. 31 വരും. 32 വരും. 4 ആണ് 2100 വരും. സോ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എത്ര വരും? 3 7 4 വെച്ച് തന്നെ എടുക്കാം. 4 8 വരും. ഇവിടെ എത്ര വരും? 4 5 4s are 20, 4 2s are 8, 2 5 വരും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഈസി എന്ന് പറയുന്നത് 0 അവിടെ തന്നെ കിടക്കട്ടെ. 5 9 74 2 2 4 7 5 2 5 0 divided by 8. So it's equal to 8 6 8s are 48. So 5 8s are 40, then 72, 5 9 8s are 72, then it's equal to 6 50 വരുമ്പോൾ 6 point 48 വരും 2 വരും. So 2.5906.2 വരും. തരാണ് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. C and G can complete a task together in 24 days. അപ്പോൾ efficiency of C and G എന്ന് പറയുന്നത് 3:8 ആണ്. So how many days can G complete the task alone എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം 1/3x plus 1/8x എന്ന് പറയുന്നത് 1/24 ആണ്. അതായത് 11/24x എന്ന് പറയുന്നത് 1/24. ഇറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു എന്തായിരിക്കും? 11 ആയിരിക്കും. സോ അവരുടെ ഒരു ഡേയ്സിന്റെ എഫിഷ്യൻസി ആണ് സിയുടെയും ഗിയുടെയും എന്ന് പറഞ്ഞിരിക്കുന്നത് 3:8. സോ ഡേയ്സ് വരുമ്പോൾ എന്തായിരിക്കും? 8:3 ആയിരിക്കും. അതായത് ഗി എന്ന് പറയുന്നത് 3x ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 33 ഡേയ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഡ്യൂ ടു സം റീസൺ എക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലെ കുറച്ച് എംപ്ലോയീസിനെ വൈ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? വൈ ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു 22.22%. എന്താണ് 22.22% എന്ന് പറയുന്നത്? 2/9 ആണ്. അത് 1/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 11.11. സോ 2/9 എന്ന് പറയുന്നതായിരിക്കും 22.2. അതായത് y എന്ന് പറയുന്നതിൽ 9 ഉണ്ടായിരുന്നത് 2 ഇൻക്രീസ് ചെയ്ത് എത്ര വന്നു? 11 വന്നു. ഇതാണ് സംഭവിച്ചത്. പിന്നീട് എന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെന്റ് വൈയിലുള്ള എല്ലാവരും ഡിപ്പാർട്ട്മെന്റ് എക്സിലോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്തു. സോ ദെൻ ബൈ വാട്ട് പെർസെൻറ്റേജ് ഡിഡ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ഡിപ്പാർട്ട്മെന്റ് വൈ ഇൻക്രീസ് എന്നാണ്. സോ എത്രയായിരിക്കും? 2/11 into 100 ആയിരിക്കും അല്ലെ? 2/11 into 100 എന്ന് പറയുന്നത് എത്രയാണ്? 18.18 ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. PRT is a tangent to a circle. സോ നമുക്ക് സർക്കിൾ വരയ്ക്കാം. PRT എന്ന് പറയുന്ന ഒരു സർക്കിൾ സെന്റർ ഉണ്ട്. സെന്ററിൽ PRT എന്ന് പറയുന്നത് ഒരു ടാൻജന്റ് ആണ്. R എന്ന പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് R ഇവിടെ വരയ്ക്കാം. R P അതുപോലെ തന്നെ T. നെക്സ്റ്റ് പറയുന്ന ഡയമീറ്റർ SQ the circle is produced to meet the tangent at P. സോ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 0 പോകണം. ഓക്കെ, SQ എന്ന് വരും. ഓക്കെ, അത് മീറ്റ് ചെയ്യുന്നു. Pയിൽ മീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ QR ജോയിൻ ചെയ്യുന്നു. QR ജോയിൻ ചെയ്യുന്നു. QRP നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 28 ഡിഗ്രിയാണ്. QRP 28 ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. 28 ഡിഗ്രിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആംഗിൾ SPR. സോ ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മൾ സെൻട്രൽ നിന്നും ടാൻജന്റിലോട്ട് വരയ്ക്കുന്ന 90 ഡിഗ്രിയാണ് കേട്ടോ. ഇത് 90 ഡിഗ്രിയാണ്. നമ്മൾ വരച്ചതിന്റെ ഇത് പ്രശ്നം കൊണ്ടാണ് ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്നത്. സോ എന്താണ് ശരിക്കും സെൻട്രിൽ നിന്ന് നമ്മൾ ടാൻജന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ മേക്ക് എന്താണ്? അതായത് റേഡിയസ്. അതെന്തായിരിക്കും? ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ അതിനർത്ഥം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 62 ആയിരിക്കും. 62 ഡിഗ്രി ആയിരിക്കും. 62. അപ്പൊ ഈ ആംഗിൾ 62 ആണെങ്കിൽ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും? 62. വരയ്ക്കാം. ഇതും എന്ത് തന്നെയായിരിക്കും? 62 ആണ്. കാരണം എന്താണ്? അത് റേഡിയസുകൾ തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ഓപ്പോസിറ്റ് റേഡിയസ് ഈക്വൽ ആണ്. സോ ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ് 62 ആയിരിക്കും. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ PQR എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 62 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 118 ഡിഗ്രി ആയിരിക്കും അല്ലെ? രണ്ടും ലീനിയർ പെയർ. സോ ആംഗിൾ QPR എന്ന് പറയുന്നത് തന്നെയാണ് ആംഗിൾ SPR എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് എന്ത് വരും? 118 പ്ലസ് 28 വരും. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 146 വരും. അതായത് 34 ഡിഗ്രി ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അതല്ലാണ്ട് കണ്ടുപിടിക്കാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചിലർക്ക് വേറെ രീതിയിലും തോന്നും. അതായത് ഈ ആംഗിൾ PRQ എന്ന് പറഞ്ഞാൽ 28 ഡിഗ്രി തന്നെ ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. നമ്മളിത് SR നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ആംഗിൾ QSR എന്താ? 28 ഡിഗ്രി തന്നെയാണ്. കാരണം
എന്താണ് സെക്ടറിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആണ്. സോ അത് 28 ആണ്. ആംഗിൾ QRS എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്, കാരണം ആംഗിൾ ഫോംഡ് ബൈ സെമി സർക്കിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും എന്താണ് ആംഗിൾ SQR എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 90. ഇത് 90 ആണ്, ഇത് 28 ആണ്. സോ ബാക്കി എത്ര ഉണ്ടാവും? 62 ഡിഗ്രി ആയിരിക്കും. സോ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. cosec 60 പ്ലസ് aim sec 30 മൈനസ് aim എന്താണ്? സെയിം തന്നെയാണ് അല്ലെ? രണ്ടിന്റെ സമ്മ 90 ഡിഗ്രി ആണ്. സോ cosec a എന്ന് cosec തീറ്റ ഈക്വൽ ടു sec തീറ്റ എപ്പോഴാണ്? രണ്ട് തീറ്റ cosec x ഈക്വൽ ടു sec y when x plus y is equal 90 ഡിഗ്രി. സോ ഇത് 0 ആണ്. അതുപോലെ തന്നെ ഇതും എന്താണ്? 49 പ്ലസ് 41 90 ഡിഗ്രി ആണ്. സോ അതും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. സോ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 1 ആയിരിക്കും ആൻസർ. തന്നിരിക്കുന്നത് പി ആണ്. സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 51 പി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മളിവിടെ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് നോക്കിയാലും ആദ്യത്തേൽ കറക്റ്റ് ആയിട്ട് വരും. പിന്നെ വരുമ്പം 0.5 സ്ക്വയർ 0.02 പിന്നെ 0.036 വരും, 0.001 വരും. അപ്പോൾ അത് പിന്നെ നമ്മൾ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഓൾജിബ്രാക് ഫംഗ്ഷനിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. സോ അതിലും ഈസി നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ ന്യൂമറേറ്റർ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. സോ ന്യൂമറേറ്ററിൽ numerator 0.08 0.2 into cube plus 0.125 next 0.216 so എത്ര വരും? 0.349 വരും. അതുപോലെ ബ്രാക്കറ്റിന്റെ അപ്പുറത്ത് 0.001 0.025 0.036 0.062 വരും. മൾട്ടിപ്ലൈഡ് വിത്ത് 3 ആണ്. സോ 0.186 വരും പ്ലസ് 0.349 വരും 0.535. സോ ന്യൂമറേറ്ററിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 0.535 കിട്ടും. നെക്സ്റ്റ് നമ്മൾ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യാം. ഡിനോമിനേറ്റർ ചെക്ക് ചെയ്യുമ്പോൾ 0.2 സ്ക്വയർ 0.04 പ്ലസ് 0.25 പ്ലസ് 0.36 പിന്നെ 0.04 0.15 0.18 അപ്പോൾ എത്ര വരും? 15 19 27 32 3 4 5 8 10 1 വരും 1.02 വരും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററും കിട്ടി ഡിനോമിനേറ്ററും കിട്ടി. രണ്ടും അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 51 പി ആണ്. സോ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 535 by 1000 എന്ന് ഞാൻ എടുക്കുകയാണ്. ന്യൂമറേറ്റർ 102 ഇൻറ്റു ബൈ 100 എന്ന് എടുക്കുകയാണ്. സോ കാൽക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് ഇൻറ്റു എന്താണ്? 51 ആണ്. സോ ഇത് പോവും, 2 0 പോവും, ഇത് 2 വരും. സോ ഇത് 107 വരും, ഇത് 2 വരും. സോ ഇസ് ഈക്വൽ ടു 107 ഡിവൈഡ് ബൈ 4 വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓ സെന്റർ ആണ് തന്നിരിക്കുന്നത്. വാട്ട്സ് മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. സോ ആംഗിൾ എ ഡി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആംഗിൾ എ ഒ സി 106 ആണെങ്കിൽ ആംഗിൾ ബി എന്തായിരിക്കും? അതിന് നേരെ ഹാഫ് 53 ഡിഗ്രി. സോ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി മൈനസ് 53 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 127 ഡിഗ്രി. കാരണം എന്താണ്? രണ്ടിന്റെ സമ്മ 180 ഡിഗ്രി ആണ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. DI ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ടേബിൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ 5 എക്സാംസും നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ 5 എക്സാം ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ച നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബി ആൻഡ് സി ഈസ് ഹൗ മെനി ഓർ ലെസ് ദാൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ എക്സാം എ ആൻഡ് എ. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ബി പ്ലസ് സി നമുക്ക് നോക്കാം. ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാമല്ലോ. 261 പ്ലസ് 176 ആണ് 437. സോ അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമ്മൾ എ എടുക്കുകയാണ്. എയിൽ നമ്മളോട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാസ്ഡ് തന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ്. സോ എയുടെ കേസ് 56% ഫെയിൽ ആണെന്ന് പറഞ്ഞാൽ ബാക്കി എത്രയാണ്? 44% എന്തായിരിക്കും? പാസ്ഡ് ആയിരിക്കും. സോ 44% എന്ന് പറഞ്ഞാൽ 264 എന്ന് പറയുന്നത്. സോ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 411 44 4 8 7 6 വരും. സോ ടോട്ടൽ എത്ര വരും? 600 വരും. സോ 600ന്റെ എത്രയാണ് ഫെയിൽഡ് എന്ന് പറയുന്നത്? 56% ആണ്. സോ എയിൽ എത്ര വരും? 6 6 36 3 വരും 336 വരും. അതുപോലെ തന്നെ ഡിയും എടുക്കുക. ഡിയിൽ എത്രയാണ് പെർസെൻറ്റ്? 72 ആണ്. അപ്പോൾ ബാക്കി എത്ര വരും? 28% എന്ന് പറയുന്നത് 210 വരും. സോ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 210 ഡിവൈഡഡ് ബൈ 28 ഇൻറ്റു 100 ആയിരിക്കും 100% ടോട്ടൽ എന്ന് പറയുന്നത്. സോ അവയുടെ എത്രയാണ് വേണ്ടത്? ഡിയുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഫെയിൽ സ്റ്റുഡൻറ്റ് 72% ആണ്. സോ 72 by 100 മൾട്ടിപ്ലൈഡ് വിത്ത് 730 by 4 വരും 100 വരും. സോ ഇത് എത്ര വരും?
18 അല്ലേ, 18 540 വരും അല്ലേ. സോ എ പ്ലസ് ഡി എന്ന് പറയുന്നത് 6 വരും, 7 വരും, 876 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ 876 മൈനസ് 437 വരും, 9 വരും, 4 3 വരും, 3 വരും. സോറി, ഇവിടെ 4 അല്ല, സോറി ഇവിടെ 3 അല്ല 4 അല്ല വരുന്നത്, 439 വരും. സോ ഏതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ട്രയാങ്കിൾ XYZ കൺസിഡർ ചെയ്യുക. ഓക്കെ, എക്സ് വൈ ഇസഡ്, അതിലെ മീഡിയൻസ് തന്നിരിക്കുന്നു എക്സ് യുവും അതുപോലെ തന്നെ വൈ വിയും. ഓക്കെ, സോ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ടി ആണ്, അതിൽ 90 ഡിഗ്രിയിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. വൈ വി എന്ന് പറയുന്നത് 24 ആണ്, ഇത് ഫുൾ എന്താണ് 24 ആണ്. അതുപോലെ തന്നെ എക്സ് യു എന്ന് പറയുന്നത് എത്രയാണ് 18 ആണ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് വൈയുടെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് ഇത് 90 ഡിഗ്രി ആണെന്ന് അറിയാം. സോ വൈ ടി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 2:1 റേഷ്യോയിലാണ്. സോ 2/3 ഓഫ് 24 ആയിരിക്കുമല്ലോ, 16 ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ എക്സ് ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2/3 ഓഫ് എത്രയാണ് 18 ആയിരിക്കുമല്ലോ. സോ 12 ആണ്. സോ നമുക്ക് മനസ്സിലായി എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് 16 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ആയിരിക്കും, ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും 20 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. സോ 20 സെന്റിമീറ്റർ ആയിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സ് എന്ന് പറയുന്ന നമ്പർ ഈച്ച് ഓഫ് 20, 23, 36, 41 ആഡ് ചെയ്യുമ്പോൾ ആ നമ്പേഴ്സ് പ്രപ്പോർഷണൽ ആണ്. അങ്ങനെയാണ് മീൻ പ്രപ്പോർഷണൽ ഓഫ് എക്സ് മൈനസ് 2 ആൻഡ് 4x പ്ലസ് 2 ആണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ് പ്ലസ് 20 അതുപോലെ തന്നെ എക്സ് പ്ലസ് 23 എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് പ്ലസ് 36 ബൈ എക്സ് പ്ലസ് 41. നമുക്കറിയാം പ്രപ്പോർഷൻ എന്താണ്, എ ബി സി ഡി പ്രപ്പോർഷൻ ആണെങ്കിൽ എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡി. സോ ഇതിനകത്ത് ഇത് നമുക്ക് ഒന്നെങ്കിൽ ഡയറക്റ്റ്ലി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക, അത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 20, 23യുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ ഇവിടെ 36ഉം 41ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. സോ 5 മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് പ്ലസ് 20, 3 മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് പ്ലസ് 36 ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5x പ്ലസ് 100 എന്ന് പറയുന്നത് 3x പ്ലസ് 108 ആണ്. അതായത് 2x എന്ന് പറയുന്നത് എത്ര വരും, 8 വരും, വിച്ച് ഇംപ്ലൈസ് x ഈക്വൽ ടു 4. നമ്മളോട് x അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞു. സോ അതായത് 4 മൈനസ് 2, 2ന്റെയും അതുപോലെ തന്നെ 18ന്റെയും മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 മൾട്ടിപ്ലൈഡ് വിത്ത് 18, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓപ്ഷൻ ഏതാണ്, ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. A runs 1.75 times as fast as B. So A is to B എന്ന് പറയുന്നത് 1.75 is to 1 ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ 175 is to 100 എന്ന് എടുക്കാം. ഇനി അതും അല്ല, ഞാൻ 25 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5, 6, 7 is to 4, 7 ആണ് വരുന്നത്, 7 is to 4 വരും, 7 is to 4. So next പറഞ്ഞിരിക്കുന്നത് A gives B a start of 60 meters. How far must be the winning post so that both A and B reach the same time? So time same ആണെന്ന് പറയുമ്പോൾ സ്പീഡ് ഡയറക്ട്ലി പ്രപ്പോർഷൻ ടു ഡിസ്റ്റൻസ് ആണ്. സോ 7:4 തന്നെയായിരിക്കും ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇതെത്രയാണ്, 60 ആണ് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20 ആയിരിക്കും. സോ ഫസ്റ്റ് 140 ആവും, സെക്കൻഡ് 80 ആവും. സോ വിന്നിംഗ് പോസ്റ്റ് എത്ര മീറ്റർ അകലെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 140 മീറ്റർ അകലെയായിരിക്കും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു DI ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്നത് ഒരു ബാർ ഗ്രാഫ് ആണ്. ഷോസ് എ പെർസെന്റേജ് ഓഫ് മാർക്കേഴ്സ് വേൾഡ് ബൈ 5 കമ്പനീസ് ആണ്, ഔട്ട് ഓഫ് ടോട്ടൽ മാർക്കേഴ്സ് മാനുഫാക്ചർഡ് ബൈ 5 കമ്പനീസ്. ഇഫ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മാർക്കേഴ്സ് മാനുഫാക്ചർഡ് ബൈ കമ്പനി N ആൻഡ് Q എന്ന് പറയുന്നത്. സോ എന്നിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 12 ആണ്, അതുപോലെ തന്നെ ക്യൂവിൻ്റെതാണെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്നത് 25 ആണ്. സോ ദെൻ ദ നമ്പർ ഓഫ് മാർക്കേഴ്സ് സോൾഡ് ബൈ കമ്പനി Q എന്ന് പറയുന്നത്. സോ ക്യൂവിന്റെ നമ്മൾ എടുക്കുവാണെങ്കിൽ 25 ടോട്ടൽ ആണല്ലോ. അപ്പൊ എത്ര സോൾഡ് ചെയ്തു Q ആണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ്, 72%. 72 by 100 ആണ്. സോ എത്ര വരും, 18 വരും. അതുപോലെ തന്നെ നമ്മൾ N എടുക്കുകയാണെങ്കിൽ എന്നിന്റെ ടോട്ടൽ 12 ആണ്, എത്ര സോൾഡ് ചെയ്തു N, 25%. സോ എത്രയാണ്, 3. ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മാർക്കേഴ്സ് സോൾഡ് ബൈ കമ്പനി Q എത്ര പെർസെൻറ്റേജ് മോർ ഓർ ലെസ് ദാൻ നമ്പർ ഓഫ് മാർക്കേഴ്സ് സോൾഡ് ബൈ കമ്പനി N. സോ എത്രയാണ്, 15 by 3 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും, ഇസ് ഈക്വൽ ടു 500% ആയിരിക്കും. ഏതാണ്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത് 3 ആണ്, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ.
സോ 5x പ്ലസ് വൈ ബൈ എക്സ് തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന എന്താണ് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക. സോ നമുക്ക് ആദ്യം എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 5x പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 1 വരും. താഴെയാണെങ്കിൽ എക്സ് എടുത്തു കഴിഞ്ഞാൽ 5x സ്ക്വയർ മൈനസ് എക്സ് വരും. സോ രണ്ടും ക്യാൻസൽ ആകുമ്പോൾ വീണ്ടും 5x പ്ലസ് വൈ ബൈ എക്സ് പ്ലസ് 1 വരും. താഴെ എന്ത് വരും? വീണ്ടും ഞാനൊരു എക്സ് കൊടുക്കുകയാണ്. ഇത് ക്യാൻസൽ ചെയ്ത ശേഷമാണ് 5x മൈനസ് 1 വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു മേളിൽ എന്താണ് 2 വരും. എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് 5x മൈനസ് 1, അതായത് 5x മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൈ ബൈ എക്സ് ആണ്. സോ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ബൈ വൈ ആയിരിക്കും ആൻസർ. മൈനസ് 2 ബൈ വൈ. ഓപ്ഷൻ ഏതാണ്? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് തന്നിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 3xy ആണ്. സോ ഇതെങ്ങനെ നമ്മൾ 96 ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ 64 മൈനസ് 3xy എന്ന് കിട്ടും. സോ അതിൽ നമുക്ക് 3xy എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3xy ഈസ് ഈക്വൽ ടു ഇത് വരുമ്പം 12 വരും. സോ ഇത് വരുമ്പോൾ 64 മൈനസ് 12 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 52 വരും അല്ലേ? സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3xy പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. സോ എന്ത് വരും? 53 ദ ഹോൾ സ്ക്വയർ വരും. എന്തായാലും യൂണിറ്റ് ഡിജിറ്റ് 9 ആയിരിക്കും. ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ അത്. അതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കുക. 15 15 22 വരും. സോറി 15 15 13 3 വരും. 28 വരും. സോ 2809 ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് തന്നിരിക്കുന്നതിന് സിംപ്ലിഫൈ ചെയ്യുക. സോ എ ഈസ് ഈക്വൽ ടു 1 മൈനസ് ബ്രാക്കറ്റ് നോക്കുക 1, പിന്നെ നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓരോ വാല്യൂസിനെയും എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എന്ത് വരും? പി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ വരും. മൈനസ് പി സ്ക്വയർ അതെന്ത് വരും? പ്ലസ് വരും. സോ ഇതിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? മൈനസ് ക്യൂ സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, പ്ലസ് ക്യൂ സ്ക്വയറും. അതുപോലെ പി സ്ക്വയറും മൈനസ് പി സ്ക്വയർ. 1 മൈനസ് 1 മൈനസ് ക്യൂ സ്ക്വയർ പി സ്ക്വയർ എന്ന് വരും. 1 minus 1 plus q square p square വരും. That is equal to q square p square. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണോ? അതല്ല, റൂട്ട് ഓഫ് എ എന്നാണ്. സോ എന്തായിരിക്കും റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത്? പി ക്യൂ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത് അത്യാവശ്യം ഒരു നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഷോപ്പ് കീപ്പർ ഒരു ഷർട്ട് സോൾഡ് ചെയ്യുന്നു. ജീൻസിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ 10% പ്രോഫിറ്റ് ആണ് അയാൾക്ക് അത് കിട്ടുന്നത്, ഷർട്ട് സോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. വീണ്ടും ഈ ജീൻസ് അദ്ദേഹം സോൾഡ് ചെയ്യുന്നു. ഈ സമയത്ത് റിയലൈസ് ചെയ്യുന്നത് ഷർട്ടിന്റെ സെല്ലിംഗ് പ്രൈസിന്റെ 20% ലോസ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ്. ഷർട്ടിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ജീൻസിന്റെ കോസ്റ്റ് പ്രൈസിന്റെ ട്വൈസും സെയിം ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് ആൻഡ് ജീൻസ് എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കോസ്റ്റ് പ്രൈസും എന്താ പറയുക സെല്ലിംഗ് പ്രൈസും എല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗം തന്നെയാണ്. സോ അതിൽ ഞാൻ ആദ്യമേ സെല്ലിംഗ് പ്രൈസ് ഓഫ് ജീൻസ് എടുക്കാം ഒരു സൈഡിൽ. ഇവിടെ ഞാൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് എടുത്തു. ഓക്കെ. സോ ആദ്യം പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജീൻസ് നമ്മൾ എടുക്കുകയാണ്. ഒരു 10% സെല്ലിംഗ് പ്രൈസ് ഞാൻ 10x എന്ന് തന്നെ എടുത്തു. ഓർത്തോ, 10% ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജീൻസ് 10x. സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് പറയുന്നത് 5y എന്ന് എടുത്തു. 20% സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ എന്ത് എടുത്തിരിക്കുന്നത്? 5y എന്ന് എടുത്തിരിക്കുന്നു. സോ ആ ഒരു x എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് x ആണ്. ഇവിടെ y എന്ന് പറയുന്നത് ലോസ് ഓഫ് y ആണ്. ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട്. കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷർട്ടിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഷർട്ട് എങ്ങനെയാണ് വിറ്റത്? 10% ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ജീൻസ് ഒരു 10% പ്രോഫിറ്റ് ലഭിച്ചാണ് ഷർട്ട് വിൽക്കുന്നത്. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ എന്തായിരിക്കും? ലോസ് ആഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ? അതായത് എന്താണ് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ളത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അതുപോലെ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ്. സോ നമുക്ക് കോസ്റ്റ് പ്രൈസ് ലഭിക്കണ ലോസ് എന്തിന്റെ കൂടെ ആഡ് ചെയ്യണം? സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്യണം. നമുക്കത് 10x പ്ലസ് y കിട്ടി. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് എന്തെന്ന് പറയുന്നത്? ജീൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെത് 5y ആണ് അല്ലെ? പ്രോഫിറ്റ് എന്ന് പറഞ്ഞ x ആണ്. സോ എന്തായിരിക്കും? 5y മൈനസ് x ആയിരിക്കും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10x പ്ലസ് y എന്ന് പറയുന്നത് 2 ഇൻറ്റു 5y മൈനസ് x ആണ്. ഈസ് ഈക്വൽ ടു 10x പ്ലസ് y എന്ന് പറയുന്നത് 20y മൈനസ് 2x ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ എത്ര വരും? 20y മൈനസ്
2x ആണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഷർട്ട് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ജീൻസ്. സോ എത്ര വരും? 5y 5. ഇവിടെ എടുത്തതേ തിരിഞ്ഞു പോയി. ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് ഓഫ് ഷർട്ട് അല്ല, ജീൻസ് ആണല്ലോ 10x നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ സോ ഇത് ജീൻസ് ആണ്. സോ ഇത് രണ്ടാമത്തെ എന്താണ്? ഷർട്ടാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു ഡിഫറൻസ് വരും. സോ ഇവിടെ എങ്ങനെ വരുന്നത്? തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഷർട്ട് എന്ന് പറയുന്നത് 5y മൈനസ് എക്സ് എന്ന് പറയുന്നത് 20x പ്ലസ് 2y ആണ്, 2 ടൈംസ് ആണ്. സോ അതായത് 5y 3y ഈസ് ഈക്വൽ ടു 21x എന്ന് പറയും. y ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/1 അല്ല, 7:1 എന്ന് എടുക്കും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ഷർട്ട് ആൻഡ് ജീൻസ് ആണ്. അപ്പോൾ ഷർട്ടും ജീൻസും നമ്മളുടെ സെല്ലിംഗ് പ്രൈസ് 5y മൈനസ് 10x എന്നാണ്. അത് 1/2 ഇൻറ്റു y ബൈ എക്സ് ആയിരിക്കും. 1/2 ഇൻറ്റു 7/1 ആയിരിക്കും. അതായത് 7:2 ആയിരിക്കും ആൻസർ. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇത്രയാണ് ഒരു ഈ വീക്കിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.